ഹലോ ടീമേ, നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ മധുരം വെപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്താഴൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാരേജ് ഫംഗ്ഷന് മുമ്പുള്ള ഒരു ഫംഗ്ഷനാണിത്. അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇടുമല്ലേ. അപ്പോൾ കോസ്റ്റ്യൂമിൻ്റെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി വലിയ വീഡിയോ ഉണ്ട്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞങ്ങളുടെ കല്യാണം എല്ലാവരും കാത്തിന്ന് വെച്ചത്. അപ്പോൾ കല്യാണം മറ്റൊരു ദിവസമാണ്, അടുത്ത ദിവസം തന്നെയാണ്. അപ്പോൾ ഈ കല്യാണത്തിന് മുമ്പുള്ള തലേ ദിവസത്തെ മധുരം വെപ്പ് ചടങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ വീട്ടിലൊരു പ്രാർത്ഥനയോടെ തുടങ്ങും. ബാക്കി അങ്ങോട്ട് ഒരു ഇത്തിരി ലെങ്ത് ആയിരിക്കും. നിങ്ങൾക്ക് ലെങ്ത്ത് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സമയം പോകണ അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങളുടെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ മദേസിൻ ഹോം സ്റ്റേയിലാണ് കേട്ടോ. നമ്മൾ ഈ ഹോം സ്റ്റേ കാണിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിലെ. അപ്പോൾ ഞങ്ങൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടാ. അതിന് ഡ്രസ്സാണ് ഇടുന്നത്. നമ്മുടെ സൂട്ട് മെൻസ് വെയറാണ് ഡ്രസ്സ് ചെയ്തത് കേട്ടാ. ഒരു വെറൈറ്റി കോസ്റ്റ്യൂമാണ്. അപ്പോൾ താരയും മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടാ. താര കുറച്ച് സമയമായിട്ടാ മേക്കപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കോസ്റ്റ്യൂം ഇട്ടിട്ട് എൻ്റെ ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ ചെയ്യും. ഇത് ഹെയർ മാത്രം ചെയ്യുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കേട്ടാ. പുള്ളി സെലിബ്രിറ്റികൾക്ക് മാത്രം ചെയ്യുന്ന ഒരാളാണ്. താരയുടെ കോസ്റ്റ്യൂം ഇതല്ല കേട്ടോ, ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണതാണ്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് താര കോസ്റ്റ്യൂം ഇടൂട്ടാ. കണ്ണിലേ ലെൻസൊക്കെ വെച്ചിട്ടുണ്ടാ താര. ടീമേ ഫോട്ടോ വെച്ചിട്ടുണ്ടാ മദേസ് ഹോം സ്റ്റേയിലാണ്. അപ്പോൾ മധുര നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സമ്മതത്തിന് ഇവിടെയാണ് നമ്മൾ റൂംസൊക്കെ എടുത്തത്. ഫോട്ടോ വെച്ചിൽ റൂംസ് എടുത്തത് നമ്മുടെ അടൂരിൽ നിന്ന് താരയുടെ ഫാമിലി വരുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് ഞങ്ങൾ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം ചെയ്തത്. ഫോട്ടോഷൂട്ട് ഇവിടെ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ബുക്കിംഗ് ഒക്കെ കിട്ടിയിട്ടാ ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ. എന്താ നമുക്ക് പറയാനുള്ളത്? എന്താ ഇന്നും നമ്മുടെ മക്കളുടെ കല്യാണമാണ്. അവർ ഒരുങ്ങുന്നത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നല്ല മുഹൂർത്തമാണ് ഇത്. എന്ത് സന്തോഷമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ബിനീഷ് വന്നതോടുകൂടി ഞങ്ങളുടെ ഹോം സ്റ്റേ വളരെയധികം പുരോഗമിച്ചു. കുറേ ബുക്കിങ്സും എല്ലാം കിട്ടി. പിന്നെ അപ്പുറത്തെ എൻ്റെ മോള് അവരും മേക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് വീഡിയോസ് എങ്ങനെയാണ് നമ്മളിത് ബുക്ക് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞത്. ഇത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇനി വലിയ കല്യാണമോ കല്യാണത്തിന്റെ മേക്കപ്പ് ചെയ്യാനോ പാർട്ടികൾക്കോ എല്ലാത്തിനും ഫോട്ടോഷൂട്ടും ഉണ്ട്. നമ്മളുടെ ഹോം സ്റ്റേയെ നിങ്ങൾക്ക് സമീപിക്കാം. അപ്പം മധുരങ്കിളിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടാ. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ കൊച്ചും മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നതാണ്. ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ചേച്ചി മേക്കപ്പ് ചെയ്ത് എവിടെ നിന്നാ? അടിപൊളി. അപ്പോൾ സെറീന ഇപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോണേ കേട്ടാ. എൻ്റെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരിനി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോകും. പിന്നെ ഓരോരുത്തർ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടാ. എന്നെ മേക്കപ്പ് ചെയ്യുന്നത് സെലിബ്രിറ്റികളെ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് കേട്ടാ. സെറീന എന്ന് പറയും. അപ്പോൾ കോൺടാക്റ്റ് വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ചെറിയ റീലൊക്കെ എടുക്കണേണ്ട. പിന്നെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും മദേസിൻ ഹോം സ്റ്റേയുടെ പുറത്താണ് ചെയ്യണത്. അപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വൈബുള്ള ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതെൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. മധുരം വെപ്പ് പ്രോഗ്രാമിന് ഈ വണ്ടി സ്പോൺസർ ചെയ്തത് പുള്ളിയാണ് കേട്ടോ. പുള്ളിയാണ് ഈ വണ്ടി കൊണ്ടുവന്നത്. ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ കൊച്ചു റോഷ്നിയാണ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അവരുടെ 2 ഫോട്ടോസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണതാണ്. അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള വൈബുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആര് വന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഈ ഹോം സ്റ്റേന്ന് പോവുള്ളൂ. അത്ര നമുക്ക് നല്ല അടിപൊളി പ്ലേസാണ് ഇവിടെ. താര മേക്കപ്പൊക്കെ ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് നല്ല സുന്ദരിയായിട്ടാ. കണ്ണൊക്കെ കണ്ട, കണ്ണ് ലെൻസൊക്കെ വെച്ച് അടിപൊളിയായി. ശരിക്കും താരയുടെ കണ്ണ് ലെൻസ് വെക്കേണ്ട ആവശ്യമില്ല. അടിപൊളി കണ്ണാണ്. താരയുടെ മേക്കപ്പ് ചെയ്യണത് ഷൈല ബക്കർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഫേമസ് ആണ് കേട്ടോ അവർ. അപ്പോൾ മധുരം വെപ്പിൻ്റെ മേക്കപ്പും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മുടെ മദേസ് ഹോം സ്റ്റേയുടെ മദറാണ് കേട്ടോ നിൽക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ റീല് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. മില്യൺ വ്യൂ ഒക്കെ പോയതാണ് കേട്ടോ. മധുരം വെപ്പിന് ആദ്യം വന്ന വീഡിയോ ഇത് ഈ റീലായിരുന്നു, നടക്കുന്ന റീലായിരുന്നു. ഒരു കല്യാണപ്പാട്ടൊക്കെ ഇട്ട് ഈ റീൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ മില്യൺ അടിച്ച റീല്. ഓൺലൈൻ മീഡിയക്ക് ഈ സ്ഥലം പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്കും വേണ്ടേ ചെറിയ പ്രൈവസിയും കണ്ടൻറ്റൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം ഓൺലൈൻ മീഡിയക്ക് പറഞ്ഞു കൊടുത്തില്ല. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
ഞാൻ ഈ ഹോം സ്റ്റേ തിരഞ്ഞെടുക്കാൻ കാരണം ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. താഴെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്ന മലപ്പുറത്തുള്ള എപ്പിസോഡ് CQ എന്ന് പറഞ്ഞ ടീമാണ് കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മുടെ മനസ്സമ്മതത്തിനൊക്കെ എടുത്ത ടീം ഫോട്ടോക്കാരനാണ് കേട്ടോ. ഭയങ്കര വൈറലായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ടീം ഫോട്ടോക്കാരൻ അടിച്ചാൽ മതി കേട്ടോ. ഇവരെല്ലാവരും നമ്മുടെ മേക്കപ്പിൻ്റെ ടീമാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ ചേച്ചിയുടെ കൊച്ചു റോഷനിയാണ് കേട്ടോ നിൽക്കുന്നത്. റോഷൻ്റെ കൂടെ ഫോട്ടോ എടുത്ത്, പിന്നെ നമ്മുടെ മെയിൻ ആളായ നമ്മുടെ മദീസ് ഹോം സ്റ്റേയുടെ മദറിനെ കൂടെ ഫോട്ടോ എടുത്ത്, ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് കേട്ടോ. 7:30 മണിക്കാണ് പള്ളി ഹാളിൽ നമ്മൾ മധുരം വെക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കണം. പരിഞ്ഞപ്പനൊക്കെ ഉണ്ട് കേട്ടോ. പരിഞ്ഞപ്പൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് വേണം പള്ളി ഹാളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അമ്മച്ചി അവിടെ റെഡിയാണ്. ബാക്കി എല്ലാവരും ഇപ്പോൾ വരും കേട്ടോ. ചെറുപ്പം തുടങ്ങി പരിഞ്ഞപ്പനെ എവിടെ കണ്ടാലും സ്തുതി കൊടുക്കും കേട്ടോ. അതൊരു പതിവാണ്. നേരെ പോയത് എൻ്റെ റൂമിലേക്കാണ് കേട്ടോ. അതും അമ്മച്ചിനെ ചെറിയൊരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു സൺക്രീമാണ് കേട്ടോ. ചെറിയൊരു വൈറ്റ്നസ് കിട്ടും. അപ്പോൾ അമ്മച്ചിനെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ അമ്മച്ചിക്ക് ഇഷ്ടമാണത്. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എന്നോട് പറയും, എടാ മുഖത്ത് തേച്ചാടാന്ന് പറയും. ഇതൊരു ക്രീമാണ് കേട്ടോ. അധികം വെളുപ്പൊന്നും കിട്ടില്ല, എന്നാലും സ്കിന്നൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഇത് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൗഡറാണ് അമ്മച്ചി സാധാരണ ഇട്ടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പൗഡറും കൂടി ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു തിളക്കം കിട്ടും. ചെറുപ്പത്തിലേ അമ്മച്ചി ഞങ്ങളെ പള്ളിയിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഇതുപോലെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ ചെയ്യണ്ടേ. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹത്തിലായിരിക്കുവാനായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, ഈ കുടുംബത്തെയും ഈ കുടുംബത്തിലെ ഓരോ മക്കളെയും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ മധുരം പങ്കുവയ്ക്കുന്ന ബനീഷിനെയും താരയെയും, അമ്മച്ചി ചിന്ന ചേച്ചിയെയും, ചേട്ടൻ സുരേഷിനെയും, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഈശോ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോ ഞങ്ങൾ എന്തായിരിക്കുന്നു അവിടുത്തെ വലിയ ദാനമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ നന്ദി പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ബനീഷിനെയും താരയെയും ഈശോ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ അവിടുത്തെ കുരിശു വഹിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് അങ്ങേ തന്നെ സമർപ്പിച്ചതുപോലെ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും എല്ലാ സന്തോഷങ്ങളും അവിടത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഇവനെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവെ, അവിടുത്തെ തൃക്കരങ്ങളിൽ ആ തിരുക്കുമാരനെ സംരക്ഷിച്ചതുപോലെ ഇവരുടെ ജീവിതയാത്രയിൽ ഇവരെ സംരക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവെ, എല്ലാ ശത്രുക്കളിൽ നിന്നും ഹെറോദോസിന്റെ വാൾമുനയിൽ നിന്ന് ആ തിരുക്കുമാരനെ സംരക്ഷിച്ചതുപോലെ ഇവരുടെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ എല്ലാ വേദനകളിലും ഔസേപ്പിതാവെ അവിടെ നിന്ന് കൂട്ടായിരിക്കണമേ. അമ്മ മാതാവെ, വിശുദ്ധ ഔസേപ്പിതാവെ, കുടുംബത്തിന്റെ മേൽ നേതൃത്വം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടിയത്. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. കേഴുമാത്മാവി ആശ്രയിക്കുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ വീട് ലോക്ക് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം വീട്ടിൽ ആരും ഉണ്ടാവില്ല, കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും വീട് ലോക്ക് ചെയ്തിട്ടാണ് പോകുള്ളൂ. ഇനി നേരെ പള്ളി ഹാളിലേക്കാണ് ഞങ്ങൾ പോകണത്. അമ്മച്ചി ഈ വണ്ടി കണ്ടിട്ട് പറയണേ നമ്മുടെ വണ്ടിയല്ലല്ലാടാന്ന്. അപ്പോൾ അമ്മച്ചിനെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഞാൻ ബാക്കിൽ ഇരുന്നുകൊണ്ട് നേരെ നമ്മൾ ഫങ്ഷൻ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഒത്തിരി പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മീഡിയാസ് എല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ഒരുപാട് മീഡിയാസ് വന്നത്, അപ്പോൾ ഞാനതധികം കാണിച്ചില്ല. നേരെ അവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് മീഡിയാസൊക്കെ. ഒരുപാട് മീഡിയാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ മീഡിയാസിന് ഞാൻ നന്ദി പറയണേ, ഓൺലൈൻ മീഡിയാസ്. മധുരം വെപ്പ് ചടങ്ങ് ഓൺലൈനിൽ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. 2 ദിവസം എൻ്റെ വീഡിയോ തന്നെയായിരുന്നു ഓടി. 6 മൊബൈൽ എടുത്താലും ഈ മധുരം വെപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ പരിപാടി നടക്കുന്ന ഹാള്. അപ്പോൾ ഹാളിലെത്തിയിട്ടുണ്ട്. നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നിറച്ച് ഓൺലൈൻ മീഡിയ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ഓൺലൈൻ മീഡിയ ഇവിടെ വന്നിട്ടുണ്ട് ഇത് കവർ ചെയ്യാൻ വേണ്ടി. ഇത്ര ഓൺലൈൻ മീഡിയ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ മധുരം വെപ്പിന് ഇത്രയും ഓൺലൈൻ മീഡിയ ഉണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യം പറയണ അടിയുമേ. അമ്മച്ചിക്കൊരു മാസ് എൻട്രി കിട്ടിയേട്ടാ. അമ്മച്ചി ഇങ്ങനെ ഒരു സിനിമാ നടി സെലിബ്രിറ്റിനെ പോലെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അമ്മച്ചിക്ക് ഇത് ഭയങ്കര അതിശയമായിട്ട് തോന്നുകയാണ് ഇത്ര മീഡിയസൊക്കെ വന്നപ്പോഴേ. അപ്പോൾ ജിബിനാണ് നമ്മുടെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ജിബിൻ എൻ്റെ കൂടെയുള്ള ആളാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച അന്ന് തുടങ്ങിയതാണ് ജിബിൻ്റെ ഓട്ടം. ഓരോ ആൾക്കാരെ ബുക്ക് ചെയ്യാനും ഈവൻസുകാരായിട്ടൊക്കെ മീറ്റിങ്ങും ഫുഡിൻ്റെ ആൾക്കാരായിട്ടുള്ളൊക്കെ മീറ്റിങ്ങൊക്കെ ജിബിനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മെഗാ ഷോ നടത്തുന്ന അതിൻ്റെ ഒരു തിരക്കാണ് ജിബിന്. കൂടെ ഞാനും. ഇത് കണ്ട. അപ്പോൾ നമ്മൾ മധുരം വെപ്പ് 7:15 പ്ലാൻ ചെയ്തേക്കണം. 7:10 ഇപ്പോൾ നാട്ടുകാരൊക്കെ വന്നേ ഉള്ളൂ. നാട്ടുകാരൊക്കെ എങ്ങനെയായാലും 7:45 വരുമ്പോൾ. ഇതെൻ്റെ കൂട്ടുകാരാണ് കേട്ടോ ജോബിക്ക് കൈ കൊടുത്തത്. ഇത് പൊടിക്കൊച്ചിനാണ് കേട്ടോ. പൊടിക്കൊച്ചിനൊക്കെ നമ്മുടെ ചങ്ക കൂട്ടുകാരാണ്. പിന്നെ നമ്മുടെ പ്രശാന്താണ് ഇപ്പോൾ കൈ തന്നത്. അപ്പോൾ ഇങ്ങനെ കട്ടൊക്കെ കൂടെ വയ്ക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള കാരണം ഈ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് നടന്നു പോകണ്ടട്ടാ. അപ്പോൾ ജിബിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെയാണെന്ന്. സാഗി ഇവൻസിൻ്റെ കോണ്ടാക്ട്സ് വേണമെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ തരാട്ടാ. ഗംഭീര ടീമാണ് കേട്ടോ. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ന്യൂജൻ സ്റ്റൈലിലുള്ള എല്ലാ പരിപാടിയും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ കൂടെ നടക്കുന്നത് ഞങ്ങളുടെ കൊച്ചേട്ടൻ കേട്ടോ. പിന്നെ അമ്മച്ചിയുണ്ട്, ബാഗിൽ കിടക്കുന്ന അഞ്ചുമാണ്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്. അവരൊക്കെയാണ്. ഇപ്പോൾ ഒരു കുട പിടിച്ചേക്കണുണ്ട് അവർ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. ഏതായാലും ഗംഭീര പരിപാടിയാണ്. ഇത്രയും വലിയ എൻട്രിയും ഇത്രയും വലിയ ഈവൻസൊക്കെയാണ് നടത്തുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. നമ്മൾ ജെൻസൺ കൂട്ടുകാരനാണ് ആ നിൽക്കുന്നത് കേട്ടോ. വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്ന ജെൻസനാണ്. സ്റ്റാർ മാജിക്കിൽ എൻ്റെ കൂടെ ഉണ്ടായ ആലീസ് വന്നിട്ടുണ്ട് കേട്ടോ. ആലീസ് വന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര സപ്പോർട്ടായി. കുറച്ച് ആർട്ടിസ്റ്റുകളെ മാത്രമേ ഞാൻ മധുരം വെപ്പിന് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടി വരാനുണ്ട്. എല്ലാവരും കല്യാണത്തിന് ഞാൻ വിളിച്ചേക്കണം കേട്ടോ. കല്യാണം ഒരു മെഗാ ഇവൻ്റായിട്ടാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ആലീസ് വന്ന് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കണേന്ന്. അപ്പോൾ ഇനിയും ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ അടിപൊളി പരിപാടിയായിപ്പോയേട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി മധുരം വെപ്പ് ചടങ്ങിന് വേണ്ടി ഇപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരും എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും മാത്രമുള്ള ഈ പരിപാടിക്ക് ഇതുണ്ട സാക്കി ഇവൻസ് ഒരു 1.5 പൊളിയാണ്ട് പൊളിക്കണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സാക്കി ഇവൻസിന് നന്ദി പറയാനാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞ ചെറിയൊരു സെറ്റപ്പ് മതിയത് അവരോട് പറഞ്ഞത്. മധുരം വെപ്പല്ലേ, കല്യാണം ഗംഭീരമായിട്ട് നടത്താണ്ടല്ലോ. അപ്പോൾ മധുരം വെപ്പ് എനിക്ക് തോന്നുന്നത് പ്രതീക്ഷേൻ്റെ അപ്പുറത്ത് വന്നു. വീഡിയോയിൽ കാണാൻ കടന്നല്ല, നേരിട്ട് കാണാൻ വന്നിട്ട് ഇതിൽ കൂടുതൽ ഭംഗി. ഇത് കണ്ട. അപ്പോൾ സ്റ്റേജിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്.
അപ്പോൾ നമ്മൾ മൊബൈലിലാണ് എടുത്തേക്കണത്. ഒരു ക്യാമറയിലേക്കാണ് ഇതെടുക്കണമെങ്കിൽ ഇതിലും കൂടുതൽ ഭംഗിയുണ്ടായേനെ. അപ്പോൾ അടിപൊളിയാണ്. ആ കോസ്റ്റ്യൂമൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ സൂട്ട് മെൻസ് വെയറാണ് നമുക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ സൂട്ട് മെൻസ് വെയറിനെ വിളിച്ചാൽ മതി കേട്ടാ. ഇതാണ് നമ്മുടെ ആങ്കർ കേട്ടാ. ആങ്കർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര സ്മാർട്ടായിരുന്നു. ഗംഭീരമായിട്ട് നമ്മുടെ മധുരം വെപ്പ് ചടങ്ങ് ആങ്കർ ചെയ്തിട്ടാ. നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. മധുരം വെപ്പ് ചടങ്ങ് ആരംഭിക്കണേ കേട്ടാ. അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഓരോരുത്തർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ കേട്ടാ. അപ്പോൾ അമ്മച്ചിയാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വോയിസ് ഒന്നും കിട്ടിയില്ല. മൈക്കൊന്നും വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ. അതുകൊണ്ട് അമ്മ വോയിസ് ക്യാച്ച് ചെയ്തില്ല. പിന്നെ ഞാനാണ് സംസാരിച്ചത്. മധുരം വെപ്പ് ചടങ്ങിന് വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ആലീസ് നല്ല അടിപൊളിയായിട്ട് ആശംസയൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ നമ്മുടെ ഇഷാനിയൊക്കെ ഉണ്ടായിരുന്നു. ഇഷാനി സീരിയൽ ആർട്ടിസ്റ്റാണ്. ഇഷാനി സംസാരിച്ചു. ഈ സംസാരിക്കുന്നത് സീന ചേച്ചിയാണ്. സീന ചേച്ചി സെലിബ്രിറ്റിയാണ്. ഒരുപാട് സിനിമകളിലൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കൊച്ചേട്ടയും നല്ല അടിപൊളി ആശംസയൊക്കെ അറിയിച്ചുകൊണ്ട് സംസാരിച്ച്. ചേച്ചിയും നല്ല അടിപൊളി ആശംസയൊക്കെ പറഞ്ഞിട്ടാണ് മധുരം വെപ്പിന്. ഒത്തിരി പേര് സംസാരിച്ച് എല്ലാം കാണിക്കുന്നില്ല. അപ്പോൾ മധുരം വെപ്പ് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ കേട്ടാ. അപ്പോൾ 1-2 പേരും കൂടി വരാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ റൂഹമോളാണ് കേട്ടത്. റൂഹമോള് ഭയങ്കര അടിപൊളി ആക്റ്റീവാണ് എപ്പോഴും. അപ്പോൾ ജസീല വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ജസീലിനെ സ്റ്റേജിലേക്ക് വിളിക്കണേ കേട്ടാ. ജസീലേക്ക് വരുമ്പോൾ ഒരു വൈബാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് തന്നെ. പുള്ളിക്കത് ഭയങ്കര സ്നേഹമുള്ളതാണ്. എവിടെ വെച്ച് കണ്ടാലും ഒന്ന് ഹഗ് ചെയ്യും. കളങ്കമില്ലാത്ത സ്നേഹമാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റാർ മാജിക്കിലെ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മുടെ സഹോദരിമാരാണ് കേട്ടോ. നമുക്ക് കൂടെ പിറക്കാതെ പോയ ഒരു ആൾക്കാരെ പോലെയാണ് ഇവരൊക്കെ എനിക്ക്. മധുരം വെക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത് അനൂപേട്ടനും ഫാമിലിയാണ് കേട്ടോ. സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറാണ് അനൂപേട്ടൻ. അപ്പോൾ അനൂപേട്ടനും ഫാമിലിയും വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത്. ലക്ഷ്മി നക്ഷത്രം വരാൻ വേണ്ടി ഇങ്ങനെ അപ്പോഴാണ് ഒരു മരിപ്പുണ്ടായത്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയി എന്ന് പറഞ്ഞ ആൾ മരിച്ചപ്പോൾ ഹൈദരാബാദ് പോയേക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ അനൂപേട്ടനും വന്നിട്ടുണ്ട്. കൂടെ ഫാമിലിയുണ്ട്. അനൂപേട്ടനൊക്കെ ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്ന ആളാണ് കേട്ടോ. അപ്പോൾ അനൂപേട്ടൻ്റെ ഫാമിലി ഞാൻ വേറൊരു ദിവസം പരിചയപ്പെടുത്തി തരാട്ടെ എല്ലാവരും ഡീറ്റെയിലായിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ വന്ന് സെറ്റായി. ഇനി ഒരുപാട് വരെ വരാണ്ട്. ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. നാട്ടുകാരൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മധുരം വെപ്പ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്നേഹവിരുന്ന്. അപ്പോൾ കുടല് കറിയും ചോറുമാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ കല്യാണ വീടുകളിൽ തലേ ദിവസം കൊടുക്കുന്ന കുടല് കറി മുട്ടിച്ചാറും അത് തന്നെയാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. പണ്ടത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ കല്യാണത്തിന് അത്താവൂട്ടിന് ആ ഒരു ഭക്ഷണം കൊടുക്കുന്നത്. കഴിച്ച ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാ. ഇപ്പം ആരും അങ്ങനെ കുടല് കറിയും മുട്ടിച്ചാറൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ കല്യാണത്തിന് അത് വെച്ചത്. അനുപേട്ടൻ്റെ മമ്മിയാണ്. അമ്മച്ചിനെ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതാണ്. അപ്പോൾ മധുരം വെപ്പ് തുടങ്ങാൻ ടൈമായിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അനൂപേട്ടൻ ആശംസ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അനൂപേട്ടനെ കൊണ്ടൊരു ആശംസ അങ്ങ് പറയിച്ചേട്ടാ. അത്യാവശ്യം നല്ല നർമ്മത്തിൽ ചാലിച്ച ആശംസയാണ് അനൂപേട്ടൻ പറഞ്ഞത്. ഇത്രയും വലിയ പരിപാടി, കോമഡി പരിപാടി നടത്തിയ ആളാണ്. അപ്പോൾ ഈ വോയിസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരി രസമായേനെ. ഇതെൻ്റെ പരഞ്ഞപ്പനും പരഞ്ഞമ്മയും ഉണ്ടാ. അപ്പോൾ മധുരം വെപ്പിന് പരഞ്ഞപ്പനും പരഞ്ഞമ്മയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ മധുരം വെക്കാൻ വേണ്ടി പോണേന്ന്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ വോയിസ് ഉണ്ടെങ്കിലാണ് ആ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ. മധുരം വെപ്പിന് മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കിണ്ടിയും കോളാമ്പിയും ഉണ്ടാ. അപ്പോൾ നമ്മൾ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ വായിൽ ഒന്ന് കൊണ്ടിട്ട് കോളാമ്പിയിൽ ഇങ്ങനെ തുപ്പും. അവിടെ നിന്നാണ് മധുരം വെപ്പ് ആരംഭിക്കുന്നത്. പല നാട്ടിലും പല ചടങ്ങുകളായിരിക്കും. ഞങ്ങളവിടെയൊക്കെ നടന്നു വരുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കേക്കല്ല വെക്കുന്നത് മധുരം കിള്ളാൻ വേണ്ടി. നമ്മൾ ഏതെങ്കിലും ഫ്രൂട്ട്സിൽ പഞ്ചസാര കൽക്കണ്ടോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ അതിലാണ് മധുരം വെപ്പിക്കുന്നത്. മധുരം വെപ്പ് ചടങ്ങ് ആരംഭിച്ചിട്ടാ. അപ്പോൾ നമ്മൾ കുമ്മട്ടിക്കയിലാണ് മധുരം വെക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കുമ്മട്ടിക്ക. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഈവൻറ്റുകാരൊക്കെ. അപ്പോൾ നമ്മൾ നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും നമുക്ക് ഈ പറഞ്ഞ മധുരം എടുത്ത് വായിൽ വെച്ച് തരും. അപ്പോൾ അത് കഴിക്കണം. ഞാൻ അമ്മച്ചിക്കും മധുരം കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുന്നവരും പോകുന്നവരും എല്ലാവരും എനിക്ക് ഫോട്ടോ എടുക്കാൻ വരാൻ നേരത്ത് ഈ മധുരം ഇങ്ങനെ, അത് മൂത്തേട്ടനാണ് കേട്ടോ മധുരം വെക്കണത്. ഇത് അഞ്ചു
മൂത്തേട്ടൻ്റെ മകളാണ് അഞ്ജു. അപ്പോൾ ഞങ്ങളുടെ ചിന്നമ്മാൻ്റെയാണ് കേട്ടോ ഇത്. അപ്പച്ചൻ്റെ മൂത്ത സഹോദരിയാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഷീജാമ നമ്മുടെ മൂത്തേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഓരോരുത്തരെയും മധുരം തന്നിട്ടിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു 150 പ്രാവശ്യമെങ്കിലും ഞാൻ മധുരം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മധുരം തന്ന അജയാണ് നമ്മുടെ ക്യാമറയൊക്കെ താറിന് ചെയ്യണത്. ഇത് കൊച്ചേട്ടയുണ്ടാ മുടി വളർത്തിയ സ്റ്റൈലിലായിട്ട് വന്നേക്കണത്. ഇന്ന് അജയ് ക്യാമറ ചെയ്യുന്നില്ല, അജയ്ക്ക് റെസ്റ്റാണ് കല്യാണം പ്രമാണിച്ച്. വേറൊരാളാണ് ക്യാമറ ചെയ്യണത്. അപ്പോൾ ഓൺലൈൻ മീഡിയസൊക്കെ ഇങ്ങനെ വന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഷിബു മുപ്പത്തടമാണ്. ഞങ്ങൾ ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഷിയാസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഷിയാസ് എന്താ വരാത്തെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയണമായിരുന്നു. ഷിയാസും കൂടി വന്നപ്പോൾ ഈ പ്രോഗ്രാമിനൊരു മാറ്റം കൂട്ടിയതാണ്. അമ്മച്ചിയും ഷിയാസും കൂടി ഭയങ്കര പരിചയമാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് ഫോൺ ചെയ്യുമ്പോഴൊക്കെ അമ്മച്ചി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഷിയാസിനെ അമ്മച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചിക്ക് ഷിയാസിനെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇനി താരയുടെ എൻട്രി ആണ് കേട്ടോ. വിജയുടെ തമിഴ് പടത്തിലൊക്കെ നായികമാരെ എൻട്രി ചെയ്യണ പോലെയാണ് കേട്ടോ താര എൻട്രി ചെയ്തേക്കണം. ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ മൂമെൻ്റാണ് കേട്ടോ ഇത്. ഓൺലൈൻ മീഡിയയും എല്ലാം ഉണ്ട്. ഇപ്പോൾ ചേച്ചിയും പ്രീതി ചേച്ചിയും ഉണ്ട്. പിന്നെ താരയുടെ കൂടെ വന്നേക്കണത് നമ്മുടെ ജോമോളുണ്ട്, കിങ്ങിണിയുണ്ട്, അളിയൻ തങ്കുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നെയാണ് കേട്ടോ. ഭയങ്കര ആഘോഷമായിട്ടുള്ള മധുരം കിള്ളലായിരുന്നു കേട്ടോ എൻ്റെ. ശരിക്കും പറഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിൽ പെണ്ണ് പണ്ടൊക്കെ വരൂലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ട്രെൻഡൊക്കെ മാറി. ഇപ്പം ചെക്കൻ്റെ വീട്ടിൽ മധുരം കിള്ളലിൻ്റെ അന്ന് പെണ്ണും വരുന്ന ഒരു ഫങ്ഷനായിട്ട് മാറിയിട്ടാ. അപ്പോൾ കല്യാണം കുറേ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ആഘോഷങ്ങൾ കുറക്കാൻ പാടില്ല. ഡാൻസേഴ്സിനൊക്കെ എൻ്റെ ചേട്ടനെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. സ്റ്റാൻലി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഡാൻസേഴ്സിനൊക്കെ കല്യാണത്തിനൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ കോൺടാക്ട് ചെയ്യാൻ അവരുടെ. അടിപൊളി ടീമാണ് കേട്ടോ. അവരൊക്കെ വന്നപ്പോൾ ഭയങ്കര വൈബായി. അപ്പോൾ താരനെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റണേ കേട്ടോ. അടിപൊളി പാട്ടൊക്കെ ഇട്ട് വെച്ചാൽ കോപ്പിറൈറ്റുള്ള കാരണം നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുണ്ട്, പിന്നെ സ്റ്റാർ മാജിക്കിൻ്റെ ടീമും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു 1.5 പൊളിയായിരുന്നു കേട്ടോ. കൊച്ചിക്കാരുടെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീയിട്ടെന്ന് പറയാം. പിന്നെ നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ എല്ലാം കൂടി വന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഭയങ്കര കളറാക്കിയിട്ട് പരിപാടി അർമാദം പറഞ്ഞു. പിന്നെ അങ്ങനത്തെ പാട്ടൊക്കെ ഇട്ടേച്ചാൽ അവിടെ. ഇപ്പം നമ്മൾ പാട്ടില്ലാത്ത കാരണം നമുക്കൊരു കാണാനൊരു ഗുമ്മ ഉണ്ടാവില്ല. ആ പാട്ട് വരുമ്പോഴാണ് വൈബ്. അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. അമ്മച്ചിനെ ഞാൻ ഡാൻസ് കളിപ്പിക്കണേണ്. അമ്മച്ചിക്ക് ഏറ്റവും നല്ല ദിവസത്തിലൊന്നാണ് അമ്മച്ചിയുടെ എൻ്റെ. താര ഏതോ സ്വപ്നലോകത്ത് അകപ്പെട്ട പോലെ ഇരുന്നട്ടാ. താര എന്നോട് പറഞ്ഞ്, എന്താണ് ചേട്ടാ ഇത്, സ്വപ്നമാണോ അല്ലെങ്കിൽ ഇത് ശരിക്കും റിയലാണോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അടുത്ത്. സ്വപ്നം കണ്ടതെല്ലാം നടന്നതുപോലെ തോന്നി. ഇത് ഭയങ്കര ഒരു സിനിമാറ്റിക് സ്റ്റൈലായിപ്പോയി എൻ്റെ ഒരു മധുരം വെപ്പ് ചടങ്ങ്. കല്യാണം പിന്നെ ഒന്നും പറയണ്ട, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, ഒരു 1.5 പൊളിയാണ്. കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ വരും കേട്ടാ. കല്യാണത്തിന് മുമ്പുള്ള ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ്ട് കണ്ടിട്ടുള്ളത്. താര ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചിട്ടാ. ഒപ്പം ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര കളറാക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോയിസ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ നരേറ്റ് ചെയ്ത് പറയണതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല മുഹൂർത്തം പറഞ്ഞു. ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന ടൈമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പോട്ടിക്കറിയും മുട്ടിച്ചാറുമാണ്. പിന്നെ സൈഡ് കറികൾ, പച്ചക്കറികളുണ്ട്. അത് കഴിക്കാത്തവർക്ക് ചിക്കൻ പെരട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ മീഡിയയും ഞങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരും അടങ്ങിയ മധുരം വെപ്പ് ചടങ്ങാണ് ഇപ്പോൾ കണ്ടത്. കല്യാണം ഇതുപോലെയൊന്നും അല്ലട്ടോ, ഒരു 1.5 പൊളിയായിക്കൊള്ളു. നമ്മുടെ കൊച്ചി കണ്ടതിൽ വെച്ച്, എറണാകുളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഈവൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടാ. ശരിക്കും കല്യാണം നാളെ അല്ല, ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് കല്യാണം. ഇപ്പോൾ ശനിയാഴ്ചയാണ് ഈ മധുരം വെപ്പ് ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ചയാണ് കല്യാണം നടത്തണത്. അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടുമല്ല. എല്ലാം കൂടി നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടയേർഡായിപ്പോൾ, അല്ലെങ്കിൽ തന്നെ ടയേർഡായി. ഇപ്പോൾ താരയുടെ മധുരം വെപ്പാണ്. ഇപ്പോൾ എൻ്റെ മധുരം വെപ്പ് ആദ്യം കണ്ട്, ഇപ്പോൾ താര മധുരം കൊടുത്ത് എനിക്കാണ് ആദ്യം മധുരം തന്നത്. ഇനി ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനും ആശംസ പറയലൊക്കെ ഉണ്ട്. ഇത് അനുവേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ ഷിയാസ് കരീമും ഉണ്ട് കേട്ടോ. അനുവേട്ടൻ്റെ മമ്മിയുണ്ട്, പപ്പയുണ്ട്, ഷിയാസ് ഉണ്ട്, ഞാനുണ്ട്, താരയുണ്ട്, എൻ്റെ അമ്മച്ചിയുണ്ട്. അടിപൊളി ഫ്രെയിമല്ലേ. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായതാണ് ഇതിൻ്റെ റീലും ഫോട്ടോസൊക്കെ. ആക്ട്രസ് പ്രിയങ്ക വന്നിട്ടുണ്ടായിട്ട്. അപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല, മധുരം വെപ്പിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ദൂരത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയങ്കയുടെ നല്ല വാക്കുകളും നല്ല ഉപദേശമൊക്കെ കിട്ടി. അടിപൊളിയായിരുന്നു കേട്ടോ പ്രിയങ്കയുടെ സാന്നിധ്യം. അപ്പോൾ ഞങ്ങൾ ഒരു സെൽഫിയൊക്കെ എടുത്തങ്ങോട്ട് പിരിഞ്ഞ്. പിന്നെ നമ്മുടെ അഞ്ജുവിൻ്റെ എൻട്രിയാണ് കേട്ടോ. മരിയ അഞ്ജന എൻ്റെ ചേട്ടൻ്റെ മകളാണ്. ഇപ്പം നേഴ്സിങ്ങിന് പഠിക്കുന്നു. അവൾ ഭയങ്കര ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പെൻസിൽ ഡ്രോയിങ്ങൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ബർത്ത്ഡേ ഫംഗ്ഷനും കല്യാണ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ
ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മണവാട്ടിയുടെയും അല്ലാതെ ബർത്ത്ഡേ ഒരാളിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വരച്ച് പൈസയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അഞ്ജു. അപ്പം അഞ്ജുവിന് ഈ കഴിവ് കിട്ടിയത് എൻ്റെ ചേട്ടൻ്റെ നിന്നാണ്. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് വരക്കുമായിരുന്നു. അഞ്ജു പഠിക്കണ കാലത്ത് തന്നെ വരക്കുമായിരുന്നു. അഞ്ജു നല്ല അടിപൊളി ആശംസയൊക്കെ പറഞ്ഞു എൻ്റെ കല്യാണത്തിന്. വളരെ സന്തോഷം. പിന്നെ കൂടെ DJ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ടീമിൻ്റെ അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു. അതൊന്നും കാണിക്കുന്നില്ല, നമ്മൾ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് കാണിക്കാത്ത. അവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ റീൽ എടുത്തിട്ടെ, ഈ റീൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പോക്കിരി രാജയിലെ പറ്റിയ പാട്ടാണ് കേട്ടോ. കേട്ടില്ലേ എൻ്റെ കള്ളച്ചെറുക്കിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ റീലും ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലും ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. ഞങ്ങളത് 11:30 വരെ പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ.